വിഷുവിനോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു പിടി നല്ല ഗാനങ്ങളുണ്ട് മലയാളത്തിൽ. കാലം ചെല്ലുന്തോറും ഇമ്പമേറുന്ന വിഷുപ്പാട്ടുകളിലേക്ക്. കണി കാണും നേരം എന്ന ഗാനം തന്നെയാണ് സിനിമകളിലെ വിഷുപ്പാട്ടുകളിൽ ഏറെ ശ്രദ്ധേയമായത്. 1964 പുറത്തിറങ്ങിയ ഓമനക്കുട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് പി ലീലയും രേണുകയുമാണ്. വയലാർ രാമവർമ്മ രചിച്ച് പി സുശീല ആലപിച്ച ചെത്തി മന്ദാരം തുളസി എന്ന ഗാനം വിഷുപ്പാട്ടുകളിൽ മുൻനിരയിലുണ്ട്. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷുക്കൈനീട്ടം. സുജാത പാടിയ ഗാനം ഏറെ മനോഹരം. മേടമാസപ്പുലരി കായലിൽ എന്ന ഗാനവും ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ എന്ന ഗാനവും വിഷുസ്മരണകൾ ഉണർത്തുന്നതാണ്. അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ച കൊന്നപ്പൂവേ എന്ന് തുടങ്ങുന്ന ഗാനം വിഷുപ്പാട്ടുകളിൽ ശ്രദ്ധേയമാണ്. ദേവാസുരത്തിലെ മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി എന്ന ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പുത്തഞ്ചേരിയുടെ തന്നെ വിഷുസ്മൃതി ഉണർത്തുന്ന വരികൾ നന്ദനം എന്ന ചിത്രവാസത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ഏറെ ചന്തമുള്ളതാണ്. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം കണിക്കൊന്ന പോലെ സുന്ദരം. പാടുന്നു വിഷുപക്ഷികൾ മെല്ലെ മേടസംക്രമസന്ധ്യയിൽ. കനിയും കണിക്കൊന്നയും കൈനീട്ടവും നിറഞ്ഞ ഒട്ടേറെ പാട്ടുകളാൽ സമ്പന്നമാണ് വിഷുക്കാലം. ഏത് ദുസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും എന്നെഴുതിയത് വൈലോപ്പിള്ളിയാണ്. പൊൻകണി പകരുന്ന പ്രതീക്ഷ പോലെ മനസ്സിൽ മധുരമായി നിറയട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയുള്ള വിഷുപ്പാട്ടുകളും. കൾച്ചറൽ ഡെസ്ക്, TCV.